സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മോളിക്കുലാർ ക്ലോക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ തന്നെ കുറച്ച് പോർഷൻസ്, അതായത് മോഡ്യൂൾ 6 ഇതിൻ്റെ മോളിക്കുലാർ ക്ലോക്കിനെ പറ്റി പറയുന്ന കുറച്ച് ടോപ്പിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം മോളിക്കുലാർ ക്ലോക്ക് എന്താണെന്ന് നോക്കാം. The molecular clock hypothesis was put forward by Zucker, Candle and Pauling in 1962. അപ്പോൾ മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് അത് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്? സുക്കർ, കാൻഡിൽ ആൻഡ് പോളിംഗ് ആണ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാരാണ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചത്. 1962 ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ അതിൻ്റെ ഫങ്ഷൻ? ക്ലോക്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ടൈം അറിയാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ടൈം അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക്. പക്ഷെ മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു മോളിക്യൂൾസ് അല്ലേ? അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞ സെല്ലുലാർ മോളിക്യൂൾസ്, അതായത് ഏതൊക്കെയാണ്? DNA, RNA, പ്രോട്ടീൻ എന്ന് പറയുന്നതൊക്കെയാണല്ലോ സെല്ലുലാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ ക്ലോക്ക്, അതായത് ആ മോളിക്യൂൾസിൻ്റെ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് മോളിക്യൂൾസ് വിച്ച് ഈസ് ലിങ്ക്ഡ് ടു എ ക്ലോക്ക്, അതാണ് മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ദേ നോട്ടഡ് ദാറ്റ്, അപ്പോൾ ഈ 2 സയൻറ്റിസ്റ്റുമാർ നോട്ട് ചെയ്ത് എന്താണ്? They noted that rates of amino acid replacements in animal hemoglobins were proportional to time of divergence as judged from the fossil record. അവർ ഫോസിൽ റെക്കോർഡിൽ നിന്ന് കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമിനോ ആസിഡ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്സിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? ന്യൂക്ലിയോടൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് അഥവാ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ആനിമൽ ഹീമോഗ്ലോബിൻ, ആദ്യമേ അവർ സ്റ്റഡി ചെയ്ത പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതെന്താണ്? വേർ പ്രൊപ്പോർഷണൽ ടു ടൈം ഓഫ് ഡൈവേർജൻസ്, അതായത് ഡൈവേർജൻസ് അതായത് ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസ് ആവാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അനിമലിൽ നിന്ന് ഇവോൾവ് ചെയ്ത് മറ്റൊരു അനിമൽ ആവാൻ എടുക്കുന്ന ആ സമയത്തിന് പ്രൊപ്പോർഷണലാണ് അതിൻ്റെ അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ്സ് അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് കിട്ടിയത് ഫോസിൽ റെക്കോർഡിൽ നിന്നാണ് അവരത് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. മില്യൺ ഓഫ്, അതായത് എക്സ് ആക്സിസിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് സിൻസ് ഡൈവേർജൻസും, വൈ ആക്സിസിലാണെങ്കിൽ അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റുമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്ര വർഷം ഓരോ, അതായത് വർഷം, ഇവിടെ നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു സ്പീഷീസിൽ നിന്നും വേറൊരു സ്പീഷീസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനിൽ നിന്നും വേറെ, ഇവിടെ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, മെയിനായിട്ട് അമിനോ ആസിഡ് സീക്വൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രോട്ടീൻസിനെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നത്. അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണല്ലോ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോട്ടീനിൽ നിന്നും എന്തൊക്കെയോ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്ന് മറ്റൊരു പ്രോട്ടീൻ ആവാൻ എടുത്തൊരു സമയം. ഓക്കെ, അതെന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിലോ അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റ്, അതായത് ഇങ്ങനെ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നതിൻ്റെ റേറ്റാണ് നമ്മൾ വൈ ആക്സിസിൽ ലേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ കുറേ പ്രോട്ടീൻസിൻ്റെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്? ഫൈബ്രിനോപെപ്റ്റൈഡ്സ്. ഫൈബ്രിനോപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഏകദേശം എന്താണ് 9 × 10⁻⁹ അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ് അതിൻ്റെ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ്. ഈ ഫൈബ്രിനോപെപ്റ്റൈഡ്സിൽ നിന്നും ഏകദേശം എന്താണ് 1.2 × 10⁻⁹ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് അല്ലേ? അത്രയും സംഭവിച്ചപ്പോഴാണ് നമുക്ക് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ നമുക്ക് ഉണ്ടായത്. ഈ ഫൈബ്രിനോപെപ്റ്റൈഡിൽ നിന്ന് നമുക്ക്
വേറൊരു അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടായി. പിന്നീട് ആ ഹീമോഗ്ലോബിൻ ഉണ്ടായിരുന്ന അമിനോ ആസിഡ്സിന് കുറച്ച് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സംഭവിച്ചത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അമിനോ ആസിഡിന് പകരം വേറൊരു അമിനോ ആസിഡ് വരുന്നു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അത് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് കിട്ടിയത്. അങ്ങനെ ഫൈബ്രിനോൺ പെപ്റ്റൈഡ്സിൽ നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടായി. അതിനുശേഷം ഹീമോഗ്ലോബിനിൽ നിന്ന് ഇതുപോലെ തന്നെ മറ്റ് കുറച്ച് അമിനോ ആസിഡ്സിന് റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ട് സൈറ്റോക്രോം ഉണ്ടായി. പിന്നീട് ഹിസ്റ്റോൺ അഥവാ H4 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടായി. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ എന്താണ്, ഏകദേശം ഹിസ്റ്റോൺ അതായത് H4 പ്രോട്ടീൻ ഉണ്ട്, ഏകദേശം 0.04 × 10⁻⁹ ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഗ്രാഫിൽ ഒരു ടേബിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഒരു മിനിറ്റ്. അതായത് റേറ്റ്സ് ഓഫ്, ഇതാണ് ആ ടേബിൾ, റേറ്റ്സ് ഓഫ് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫൈബ്രിനോപെപ്റ്റൈഡ്. അതുപോലെ തന്നെ റേറ്റ് നെക്സ്റ്റ് ടേബിളിലായിട്ട് റേറ്റ് മീൻ റീപ്ലേസ്മെൻറ്റ് പെർ സൈറ്റ്, അതായത് ഒരു സൈറ്റിൽ നടന്ന റീപ്ലേസ്മെൻറ്റിൻ്റെ മീൻ, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെർ 10⁹ ഇയേഴ്സ്, അതായത് 10⁹ ഇയേഴ്സിൽ ഒരു സൈറ്റിൽ നടന്ന റീപ്ലേസ്മെൻറ്റ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മേ ബി എന്താണ്, ഒരു സൈറ്റിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും, ഒരു അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകാൻ മേ ബി ഒരു ആവറേജ് ടൈം എന്ന് പറഞ്ഞാൽ 10⁹ ഇയേഴ്സ് ആവാം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈബ്രിനോപെപ്റ്റൈഡ്സിന് ഏകദേശം 8.3 ആണ് ഫൈബ്രിനോൺ പെപ്റ്റൈഡ്സിൻ്റെ റേറ്റ്, അതായത് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8.3 ആണ്. ഇൻസുലിൻ ആയപ്പോഴോ 2.4, റൈബോന്യൂക്ലിയേസ് 2.1, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 1, സൈറ്റോക്രോം സി എന്ന് പറയുമ്പോൾ 0.3. അതായത് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് വളരെ കുറവാണ് സൈറ്റോക്രോം സിയിൽ. അതുപോലെ ഹിസ്റ്റോൺ H4-ലാണെങ്കിൽ 0.01 ആണ് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ്, ഒരു പ്രോട്ടീനിൽ അമിനോ ആസിഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേറ്റ് എത്ര, അതിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും മോളിക്കുലർ ക്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സുക്കർ and Pauling therefore proposed that for any given protein, the rate of molecular evolution is approximately constant over time in all lineages. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ എന്താണ് പ്രപ്പോസ് ചെയ്തത്, ഏതൊരു ലീനിയേജിലുള്ള ആനിമൽ ആണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് മോളിക്കുലർ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഓവർ ടൈമിൽ അതിൻ്റെ മോളിക്കുലർ എവല്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏത് ലീനിയേജിനെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ മോളിക്കുലർ എവല്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പ്രപ്പോസ് ചെയ്തു. If proteins evolve at constant rates, then the number of substitution between two sequences may be used to estimate divergence time. അപ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഡൈവേർജൻസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡൈവേർജൻസ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീനിൽ നിന്ന് മറ്റൊരു പ്രോട്ടീൻ ആവാൻ എടുക്കുന്ന സമയം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു പ്രോട്ടീൻ കോൺസ്റ്റൻ്റ് റേറ്റിലാണ് ഒരു പ്രോട്ടീൻ ഇവോൾവ് ചെയ്യുന്നത് എങ്കിൽ ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ബിറ്റ്വീൻ ടു സീക്വൻസസ്, അതായത് ഒരു സീക്വൻസിന് എന്തെങ്കിലും ഒരു അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടായിരിക്കുമല്ലോ മറ്റൊരു സീക്വൻസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, എത്ര സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ രണ്ട് സീക്വൻസും തമ്മിലുള്ളതെന്ന് നോക്കുന്നു. ഈ ഒരു നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, ഈ ഡൈവേർജൻസ് ടൈം. ഈ രണ്ട് പ്രോട്ടീൻസും ഡൈവേർജ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോട്ടീൻ ആവാൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ്. ദിസ് ഈസ് അനലോഗസ് ടു ദ ഡേറ്റിംഗ് ഓഫ് ജിയോളജിക്കൽ ടൈംസ് ബൈ റേഡിയോ ആക്റ്റീവ് ഡീകെ. ഇതെന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ആക്റ്റീവ് ഡീകെയിലൂടെ
നമ്മൾ ഒരു എന്താണ് ജിയോളജിക്കൽ ടൈം കണ്ടെത്തുമല്ലോ ഡേറ്റിംഗ് വഴി, അതിന് ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മോളിക്കുലാർ ക്ലോക്കിനെ പറ്റി കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണത് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് സെക്കൻഡ്സ്, മിനിറ്റ്സ് ആൻഡ് അവേഴ്സ്, the molecular clock measures the number of changes or mutations which accumulate in the gene sequences of different species over time. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ക്ലോക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് സെക്കൻഡ്സ്, ടൈം അല്ലെങ്കിൽ അവറൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ മോളിക്കുലർ ക്ലോക്ക് എന്താണ് മെഷർ ചെയ്യുന്നത്, ദ നമ്പർ ഓഫ് ചേഞ്ചസ്, അതായത് മേ ബി അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആവാം, ന്യൂക്ലിയോടൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഇനി മ്യൂട്ടേഷൻസ് ആവാം അല്ലേ, വിച്ച് അക്യുമുലേറ്റ് ഇൻ ദ ജീൻ സീക്വൻസസ്, അതായത് ജീൻ സീക്വൻസസിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള ഏത് എന്താണ് വേരിയേഷൻസും ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ, അക്യുമുലേറ്റ് ഇൻ ദ ജീൻ സീക്വൻസസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓവർ ടൈം. ഡിഫറെൻറ്റ് സ്പീഷീസിൽ ഈ ജീൻ സീക്വൻസിലുണ്ടാകുന്ന മാറ്റം അതാണ് മെയിനായിട്ടും മോളിക്കുലാർ ക്ലോക്ക് മെഷർ ചെയ്യുന്നത്. The molecular clock hypothesis states that the DNA and protein sequences evolve at a rate that is relatively constant over time and among different organisms. അതായത് ഇത് മെയിനായിട്ട് ഹൈപ്പോത്തിസിസ് എന്താണ് പറയുന്നത്, DNA-യും പ്രോട്ടീൻ സീക്വൻസും ഒക്കെ ഇവോൾവ് ചെയ്യുന്നത് റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്, ഒരു നിശ്ചിത സമയത്ത്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് DNA-യും പ്രോട്ടീൻ സീക്വൻസും ഒക്കെ ഇവോൾവ് ചെയ്യുന്നത് എമോങ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. അതായത് ഡിഫറെൻറ്റ് ഓർഗാനിസം എടുത്താൽ അവരിൽ ഈ DNA പ്രോട്ടീൻ സീക്വൻസും ഒക്കെ ഇവോൾവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മോളിക്കുലാർ ക്ലോക്ക് ഫോർ ആൽഫ ഗ്ലോബിൻ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ആൽഫ ഗ്ലോബുലിൻ പ്രോട്ടീനിൻ്റെ എന്താണ് സീക്വൻസിലുണ്ടായ വേരിയേഷൻ അല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് സംഭവിച്ചത്. അതായത് എക്സ് ആക്സിസിൽ ടൈം ടു കോമൺ ആൻസിസ്റ്റർ മില്യൻസ് ഓഫ് ഇയേഴ്സ്, അതായത് ഡൈവേർജൻസ് ചെയ്തത്, അതായത് കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് എത്ര സമയം എടുത്തു ഇപ്പോൾ കാണുന്ന സ്പീഷീസിലേക്ക് എത്താൻ ഈ ആൽഫ ഗ്ലോബുലിൻ. ഓക്കെ, അതായത് പിന്നെ വൈ ആക്സിസിൽ എന്താണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, എത്ര സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുത്തു. ഓക്കെ, ഈച്ച് പോയിന്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് സെപ്പറേറ്റിംഗ് ഈച്ച് അനിമൽ ഫ്രം ഹ്യൂമൻസ്. അതായത് ഓരോ പോയിന്റും കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഓരോ പോയിന്റ്സും കാണിക്കുന്നുണ്ടല്ലോ, ഈ ഓരോ പോയിന്റ്സും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഈ ഓരോ പർട്ടിക്കുലർ അനിമലിനെയും ഈ കൗവിനെയും എന്താണ് ഹ്യൂമനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് എത്ര സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് കൗവിലുള്ള ആൽഫ ഗ്ലോബുലിൻ നമ്മുടെ ഹ്യൂമനിലുള്ള ആൽഫ ഗ്ലോബുലിൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എത്ര അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് ഓരോ പോയിന്റ്സും കാണിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ആണെങ്കിൽ ഇത്രയും ഈ പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ്, ഈ പോയിന്റിൻ്റെ മെഷർ ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് മെഷർ ഇങ്ങനെയല്ലേ പോയിന്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും എത്ര നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഏകദേശം എത്രയാണ് 40 സബ്സ്റ്റിറ്റ്യൂഷൻസ് അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുത്തു എന്നാണ് പ്ലാറ്റിപ്പസിലെ ആൽഫ ഗ്ലോബിനും നമ്മുടെ ആൽഫ ഗ്ലോബിനും എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 40 അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, റേറ്റ് ഓഫ് അമിനോ ആസിഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ മോളിക്കുലർ ക്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോളിക്കുലർ ക്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, മെയിനായിട്ട് മെഷർ ചെയ്യുന്നത് DNA സീക്വൻസിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസസിലുള്ള മെയിനായിട്ടുള്ള വേരിയേഷൻ, അതായത് മേ ബി പ്രോട്ടീനിലാണെങ്കിൽ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇനി DNA-യിലാണെങ്കിൽ ന്യൂക്ലിയോടൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ റേറ്റ് അത് മെഷർ ചെയ്യുകയാണ് നമ്മൾ മോളിക്കുലർ ക്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.